അപ്പം നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ അവസ്ഥകളോ ആയിരിക്കരുത്. നമ്മുടെ മൂല്യം നിർണ്ണയിക്കേണ്ടത് നമ്മളായിരിക്കണം. നമ്മുടെ മൂല്യം നമ്മൾ ശാശ്വതമായ കാര്യങ്ങളോട് ബന്ധിപ്പിച്ച് വേണം കാണാൻ. അങ്ങനെയാണെങ്കിൽ പ്രതികൂല അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എഫെസോസിലുള്ള ദൈവിക വിശ്വാസികളോട് അവരുടെ മൂല്യത്തെക്കുറിച്ച്. അതാണ് ആ 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് ദൈവം കൊടുക്കുന്ന വിലയെക്കുറിച്ച് അപ്പോസ്തലൻ വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്. അപ്പോൾ അവരെ വിളിക്കുന്നത് തന്നെ എഫെസോസിലുള്ള സെയിൻറ്റ്സ് എന്നാണ്, ഹോളി പീപ്പിൾ, വിശുദ്ധ ജനം എന്നാണ് അവർ വിളിക്കുന്നത്. ഇപ്പം നമ്മളെ ഒരാൾ നോക്കിയിട്ട് നിങ്ങളൊരു വിശുദ്ധ ജനമാണ്, നിങ്ങളൊരു വിശുദ്ധ വ്യക്തിയാണ് എന്ന് നമ്മളെക്കുറിച്ച് അവർ പറയുകയാണെങ്കിൽ അത് നല്ലൊരു അഭിപ്രായമായിട്ട് നമുക്ക് തോന്നും. ഈ വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ വിശുദ്ധ ജനം എന്ന് പറയുന്ന ഒരു പദവി എഫെസോസിലുള്ള എല്ലാവർക്കും, വിശ്വാസികളായിട്ടുള്ള യേശു ക്രിസ്തുവുമായി ബന്ധമുള്ള എല്ലാവർക്കുമായിട്ടാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ഇനി ഇവരെ വിശുദ്ധരായി ദൈവം കാണുന്നത് എന്തുകൊണ്ടാണ് എന്നതുകൂടെ താഴോട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് പാപക്ഷമ ലഭിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ദൈവം നിങ്ങളെ മുന്നമേ കണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശികൾ, ഏസ് ആകുന്നു. ആ യേശു ക്രിസ്തുവിൽ ദൈവം അവൻ്റെ സാന്നിധ്യമാകുന്ന, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാകുന്ന പരിശുദ്ധാത്മാവിനെ ഒരു അഡ്വാൻസ് എന്ന നിലയ്ക്ക്, അച്ചാരം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പൗലോസ് പറയുമ്പോൾ പൗലോസ് ഒരു പ്രത്യേക ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ചട്ടക്കൂട് എന്താണെന്ന് ചോദിച്ചാൽ ബൈബിളിന് മൊത്തമായിട്ടുള്ള ഒരു ചട്ടക്കൂടാണത്, ഒരു ഫ്രെയിംവർക്കാണത്. മാനവരാശി ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന സമയത്ത് ദൈവം അവരെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ദൈവം നിത്യമായി ജീവിക്കുന്നവനാണ്. ദൈവം ആത്മാവാണ്. ദൈവം സ്നേഹമാണ്. ആ നിത്യമായ ജീവനും നിത്യമായി ജീവിക്കാനും വേണ്ടി സ്നേഹമുള്ള വ്യക്തികളായിട്ട്, സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ തോട്ടത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പം നമ്മൾ നോക്കുമ്പം ദൈവം മുഴുവൻ സൃഷ്ടിയെയും, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ സൃഷ്ടിയെയും ദൈവം അവൻ്റെ സ്നേഹത്താലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിക്കകത്ത് ദൈവം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നത് കേവലം മനുഷ്യനെ മാത്രമാണ്. ഇപ്പം നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് തന്നെ നിങ്ങൾക്ക് വില തരുന്ന, നിങ്ങളെ തന്നെ വിലപ്പെട്ട വ്യക്തികളായി കാണത്തക്ക രീതിയിൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താവുന്ന രീതിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വിലയാണ്. അവൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മൃഗങ്ങളെ സൃഷ്ടിച്ചില്ല, സസ്യങ്ങളെ സൃഷ്ടിച്ചില്ല, മറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന സാധനങ്ങളെ ഒന്നും സൃഷ്ടിച്ചില്ല. കർത്താവ് അവൻ്റെ സ്വന്തം സ്വരൂപത്തിലും സൃഷ്ടിച്ചത് കേവലം മനുഷ്യനെ മാത്രമാണ്. സ്നേഹത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിട്ട്
അവൻ്റെ ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു. ദൈവവുമായി മനുഷ്യന് ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു, ഒരു നീതിയുള്ള ബന്ധമുണ്ടായിരുന്നു, ഒരു ഉടമ്പടി മനുഷ്യന് ദൈവമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം അവന് നിത്യമായ ജീവനും സ്നേഹവും നൽകുന്നു. ഈ സ്നേഹത്തിൽ അവൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകല കാര്യങ്ങളെയും പരിപാലിക്കണം. അതാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്ന ചുമതല. ഇപ്പോൾ സ്നേഹത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിട്ട് ദൈവം അവനോട് പറയാണ്, നീ സ്നേഹിക്കണം. ദൈവം തന്ന കൽപ്പനയും സ്നേഹിക്കണമെന്നാണ്. മനുഷ്യനെയും അവൻ്റെ ഭാര്യയെ ഉണ്ടാക്കിയിട്ട് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, നിങ്ങൾ സകല ജീവജാലങ്ങളെയും സ്നേഹിക്കണം. സ്നേഹമുള്ള ഒരു പ്രപഞ്ചം നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. ഒരു ദൈവാലയത്തിൻ്റെ രൂപത്തിലാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആ കാലഘട്ടത്തിൽ മോശയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്ന അന്യജാതിക്കാർക്ക് എല്ലാവർക്കും ദൈവാലയങ്ങൾ, അമ്പലങ്ങളുണ്ടായിരുന്നു. ഈ അമ്പലങ്ങളിലും ഈ ആലയങ്ങളിലുമൊക്കെ അതിൻ്റെ ഏറ്റവും നടുക്ക് വെച്ചിരിക്കുന്ന അതിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ആ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഗ്രഹം, ഒരു പ്രതിമ ആണ്. പ്രതിമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, എന്തോ ഒന്ന് പ്രതിഫലിപ്പിക്കുകയാണ്. പ്രതിമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, എന്തിൻ്റെയോ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അങ്ങനെയാണ് ചുറ്റുമുള്ള എല്ലാ ജാതികളും അവരുടെ അമ്പലങ്ങളൊക്കെ നിർമ്മിച്ചത്. എന്നാൽ മോശെ ഈ ജനത്തെ അവൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. അവരെല്ലാം ഇപ്പോൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരെ ഗൈഡ് ചെയ്യാണ്. അവരോടുള്ള ബന്ധത്തിലാണ് മോശെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മോശെ പറയാണ്, ബാക്കിയുള്ള ജാതികൾക്കൊക്കെ ഇതുപോലുള്ള അമ്പലങ്ങളും ആലയങ്ങളും അതിനകത്ത് ഓരോ പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ട്, അതിനകത്ത് ഓരോ ദേവന്മാരും ദേവിമാരും ഒക്കെ ഉണ്ട്, അതിനകത്ത് ദൈവത്തിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ അവർ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും മോശെ ഒരു ദൈവാലയത്തിൻ്റെ രൂപത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഓരോ സ്പേസ് ഉണ്ട്. ആകാശം എന്ന് പറയുന്ന സ്പേസ് ഉണ്ട്, ഭൂമി ഡ്രൈ ലാൻഡ് എന്ന് പറയുന്ന സ്പേസ് ഉണ്ട്, സമുദ്രം എന്ന് പറയുന്ന സ്പേസ് ഉണ്ട്. ഈ സ്പേസുകളൊക്കെ ആദ്യം ഉണ്ടാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ആദ്യം പാഴും ശൂന്യമായിരിക്കുന്ന ഭൂമിക്ക് ദൈവം ഒരു രൂപം കൽപ്പിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ട് പരിവർത്തിച്ചിട്ട് അതിനെ ഒരു രൂപമുള്ള, ഒരു പ്രയോജനമുള്ള ഒരു ഭൂമിയാക്കി തീർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം ആ ഭൂമിയിലുള്ള സമുദ്രത്തെ, വെള്ളത്തെ മുഴുവൻ ഒരു സ്ഥലത്ത് കൂട്ടിവെക്കുന്നു. സമുദ്രത്തെയും ഡ്രൈ ലാൻഡ് ഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്നു. ആകാശവിതാനം, അതിനകത്ത് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിലൊരു സ്പേസ് അവിടെ ഉണ്ടാക്കുന്നു. അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുന്നു. താഴെയുള്ള വെള്ളവും മുകളിലുള്ള വെള്ളവും തമ്മിൽ വേർതിരിക്കുന്നു. മുകളിലുള്ള മേഘം, താഴെ നമുക്കറിയാം സമുദ്രവും നമ്മുടെ ഭൂമിയുടെ മുകളിൽ അന്നുണ്ടായിരുന്ന അവസ്ഥകളും. അപ്പോൾ ദൈവം ഇങ്ങനെ ഓരോ സ്പേസ് ഉണ്ടാക്കിയിട്ട് സമുദ്രം, ഭൂമി, ആകാശം, ഇതിനകത്ത് ഓരോ ജീവജാലങ്ങളെ നിറയ്ക്കുകയാണ്. സമുദ്രത്തിൽ മീനും പലതരം മത്സ്യങ്ങളും, ഡ്രൈ ആയിട്ടുള്ള ഭൂമിയിൽ ദൈവം മറ്റ് മൃഗങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. പക്ഷികൾക്ക് വേണ്ടിയിട്ട് ആകാശം കൊടുത്തിരിക്കുന്നു.
അപ്പോൾ ചില ആലയങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ തന്നെയാണ്. അവരൊരു സ്പേസ് ഉണ്ടാക്കും, ഇത് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്പേസ്, ആ കാര്യം അതിനകത്തുണ്ടാവും. അന്ന് ദൈവാലയങ്ങളുടെ സ്ട്രക്ചർ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും നടുക്ക് വയ്ക്കുന്നത് ആ പ്രതിമയാണ്. അവരുടെ ദേവനെ ദേവിയെ പ്രതിനിധീകരിക്കുന്ന ആ പ്രതിമയാണ്. അതേമാതിരി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നടുക്ക് ദൈവം വെച്ചിരിക്കുന്നത് അവൻ്റെ പ്രതിമയായിട്ട്, അവനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി അവൻ്റെ പ്രതിനിധിയായിട്ട് ദൈവം വെച്ചിരിക്കുന്നത് മനുഷ്യനെയാണ്. അപ്പോൾ മോശ പറയുന്നത് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ ആലയം പോലെയാണ്. ആ ദൈവാലയത്തിനകത്ത് ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും ഒക്കെ കാണിക്കാൻ വേണ്ടിയും പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയും അതിൻ പ്രകാരം ദൈവത്തിൻ്റെ മുഴുവൻ സൃഷ്ടിയെ നടത്താൻ വേണ്ടിയും ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധികൾ മനുഷ്യരാണ്. എത്ര ഉയർന്ന ചിന്തയാണ് എന്ന് ചിന്തിച്ച് നോക്കിയാൽ. പല ആലയങ്ങളിലൊക്കെ സൂര്യനെയും ചന്ദ്രനെയൊക്കെ ആരാധിക്കുമ്പോൾ ഇവിടെ ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. ചന്ദ്രനും സൂര്യനും ഇതൊക്കെ ദൈവത്തിൻ്റെ വെറും ഒരു സൃഷ്ടി മാത്രമാണ്. എന്ന് മാത്രമല്ല, ദൈവം ഈ പ്രപഞ്ചത്തെ തന്നെ ദൈവത്തിൻ്റെ ഒരു ആലയ മാതിരിയാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, ആ ദൈവം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യനെ അവൻ്റെ സ്വന്തം സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ജീവൻ വ്യാപരിപ്പിക്കുവാൻ, എല്ലായിടത്തും സ്നേഹം വ്യാപരിപ്പിക്കുവാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഉദ്ദേശം എന്താണ്? സ്നേഹിക്കുക, പെരുകി ഈ ഭൂമിയെ മുഴുവൻ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അടിച്ചമർത്തുക എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വാക്ക് നമ്മൾ അതിൻ്റെ മൂലഭാഷ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാത്തിനെയും പരിപാലിക്കുക എന്നാണ്. നിങ്ങൾ ബലം നിങ്ങളുടെ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നോക്കാനായിട്ട് സാധിക്കും എന്നാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മനുഷ്യന് അവൻ്റെ ഉദ്ദേശം എന്താണ്? സ്നേഹിക്കുക. അവന് കൊടുത്തിരിക്കുന്ന കൽപ്പന എന്താണ്? സ്നേഹിക്കുക. അപ്പോൾ സ്നേഹസ്വരൂപനായ ദൈവം സ്നേഹത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് കൊടുത്തിരിക്കുന്ന കൽപ്പനയും സ്നേഹമാകുന്ന കൽപ്പനയാണ്. അവനെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം, തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണം എന്നാണല്ലോ കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. അപ്പോൾ ദൈവം മനുഷ്യനെ ആ ഒരു നിലയിൽ സൃഷ്ടിച്ച് അവിടെ ആക്കിയിട്ട് മനുഷ്യരുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ബന്ധം ചെയ്തിരിക്കുകയാണ്. ആ ഉടമ്പടി ബന്ധത്തിനകത്ത് ദൈവം ജീവനും സ്നേഹവും മനുഷ്യന് കൊടുത്തുകൊണ്ടിരിക്കും. മനുഷ്യൻ മരിക്കില്ല. പക്ഷെ മനുഷ്യൻ ചെയ്യേണ്ടത് ദൈവത്തെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. എന്നാൽ ആ ഉടമ്പടി ബന്ധം അവിടെ നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്. ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം, അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ അനുസരിക്കും. ദൈവം പറയുന്നത് നമ്മൾ അതിന് പ്രാധാന്യത കൊടുക്കും, നമ്മൾ അതിനെ അനുസരിക്കും. മനുഷ്യർ ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് ഏജൻ്റ് ആയിരിക്കുന്ന സാത്താനെ അനുസരിക്കാനും അവൻ്റെ ഇഷ്ടം ചെയ്യാനും ഇടയായി തീർന്നു. അപ്പോൾ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം തകർന്നു പോയപ്പോൾ ദൈവം അന്നേ പറഞ്ഞിരുന്നു, നീ ഞാൻ പറയുന്നത് അനുസരിക്കാതെ ഈ ഒരു പ്രത്യേക ഫലമുണ്ട്, അത് കഴിച്ചാൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം. അപ്പോൾ വൃക്ഷത്തിനും ഫലത്തിനും ഒന്നും വലിയ പ്രാധാന്യത ഇല്ല. ഏറ്റവും കൂടുതൽ പ്രാധാന്യത അവിടെ ഉള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ സ്വേച്ഛ ആഗ്രഹിക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ സ്വന്തമായി എനിക്ക് ജ്ഞാനവും ബുദ്ധിയും കഴിവും ഒക്കെ വേണം, എനിക്ക് ദൈവത്തെക്കാളും വലിയവനാകണം, അത് പ്രതിനിധീകരിക്കുന്നതാണ് ആ വൃക്ഷം. പ്രതീകാത്മകമായിട്ടാണ് ആ മുഴുവൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ആ പോയട്രി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ 2-3 അധ്യായങ്ങളിലും ആ ഒരു സിംബോളിസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വന്തമായിട്ട് ജ്ഞാനവും ബുദ്ധിയും ഒക്കെ ആർജിച്ചിട്ട് ദൈവത്തെക്കാളും വലിയവനാകണം, അഥവാ ദൈവത്തെ വെല്ലുവിളിക്കുന്നവനാകണം, അഥവാ ദൈവം ആകണം, ദൈവത്തെ പോലെ ആ രീതിയിൽ സ്ഥാനത്തിലും മാനത്തിലും ശക്തിയിലും ആകണം എന്ന ഒരു സ്വേച്ഛ എന്ന് നമ്മൾ പറയുന്നത്, എന്നുവെച്ചാൽ സ്വന്തം ഇച്ഛ പ്രകാരം എനിക്ക് ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ട്. ആ ആഗ്രഹത്തെ
പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അവനോട് ചില ചോദ്യങ്ങൾ സാത്താൻ ചോദിക്കുകയാണ്. വാസ്തവത്തിൽ നീ ഈ ജ്ഞാനം അന്വേഷിക്കാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? നീ ഫലം കഴിക്കാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഞാൻ ആദാമും ഹവ്വയും രണ്ട് എൻറ്റിറ്റി ആയിട്ടല്ല കാണുന്നത്, ഒരുമിച്ച് ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് ആ തെറ്റിൽ. അപ്പോൾ സാത്താൻ അവനെ വശീകരിക്കുന്നു. ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? നീ അത് കഴിച്ചാൽ മരിക്കുവോ? നീ മരിക്കൂലെന്നേ, നീ കഴിച്ചോ, നീ ദൈവത്തെ പോലെയാകും. അപ്പോൾ ദൈവം പറഞ്ഞ എന്താണ്? നീ ഈ ഫലം കഴിച്ചാൽ, നീ സ്വേച്ഛ അന്വേഷിച്ചാൽ നീ മരിക്കും. പക്ഷേ സാത്താൻ പറഞ്ഞ വാക്ക് കേട്ട് മനുഷ്യൻ അത് ചെയ്യുന്നു. മാനവരാശിയിൽ മരണം അതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ദൈവം ജീവൻ്റെ സ്വരൂപമാണ്, ദൈവം സ്നേഹത്തിൻ്റെ സ്വരൂപമാണ്. ദൈവത്തിൽ വെറുപ്പില്ല, ദൈവത്തിൽ മരണമില്ല. ഈ മരണവും വെറുപ്പും പിന്നെ മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവവുമായുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടു. ദൈവത്തോട് മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു. ആ ഉടമ്പടി ബന്ധം അകന്നുപോയി, ആ ഉടമ്പടി ബന്ധം തകർന്നു. മനുഷ്യൻ പൈശാചിക ശക്തികൾ പറഞ്ഞ് കേട്ടിട്ട് സ്വേച്ഛ അന്വേഷിച്ച് അവൻ ദൈവത്തെ പോലെ ആ രീതിയിൽ ജ്ഞാനത്തിലും ശക്തിയിലും അധികാരത്തിലും ആകണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിന് കീഴ്പ്പെടുന്ന ഒരു ജീവിതം ഇഷ്ടപ്പെടാതെ ദൈവം കളിക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിലും ഞാൻ എൻ്റെ അധികാരിയാകണം എന്നുള്ള ആഗ്രഹത്തോടെ മുന്നോട്ട് പോയപ്പോൾ മരണം മാനവരാശിയിലേക്ക് കടന്നു. അപ്പോൾ വേദപുസ്തകം അനുസരിച്ച് പറയുകയാണെങ്കിൽ, വേദപുസ്തകം ഒരു സയൻറ്റിഫിക് പോയിൻ്റ് അല്ല അവിടെ പറയുന്നത്. വേദപുസ്തകം ഒരു ആത്മീയ പോയിൻ്റാണ് പറയുന്നത്, ഒരു ആധ്യാത്മിക പോയിൻ്റാണ്, സ്പിരിച്വൽ പോയിൻ്റാണ് പറയുന്നത്, ഒരു തിയോളജിക്കൽ പോയിൻ്റാണ് പറയുന്നത്. ആ തിയോളജിക്കൽ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ ആദ്യം മരിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു, ഇമ്മോർട്ടലായിരുന്നു. ഇതിനെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പോയി അന്വേഷിച്ചിട്ട് വേറൊരു രീതിയിലാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നമുക്ക് സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് ചില പോയറ്റിക് ആയിട്ടുള്ള വേസും ഫിഗറേറ്റീവ് ആയിട്ടുള്ള ചില ഭാഷകളും ചില കഥകളും ഒക്കെയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് 11-ാം അധ്യായത്തിൽ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ചരിത്രപരമായ കാര്യങ്ങളുണ്ട്, പക്ഷെ ആ ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളതിനെ 100% ചരിത്രമാണ്, നമ്മൾ ഇന്ന് ചരിത്രം റെക്കോർഡ് ചെയ്യുന്ന പോലെയുള്ള ചരിത്രമാണ് എന്നുള്ള രീതിയിലെടുത്താൽ നമുക്ക് മുഴുവനായിട്ട് കൺഫ്യൂഷൻ ആവും. അതിനൊരു സയൻസ് ബുക്ക് മാതിരി നമ്മൾ എടുത്താൽ നമുക്ക് മുഴുവനായിട്ട് കൺഫ്യൂഷൻ ആവും. അതൊരു പോയട്രിയും പ്രോസും അടങ്ങുന്ന ഒരു രചനയാണ്. അതിനകത്ത് സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമുണ്ട്. ആ സത്യം എന്താണ്? ദൈവം മനുഷ്യർക്ക് അവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവൻ ഒരു കഥ, ഒരു കവിത, ഒരു ഇലസ്ട്രേഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ആദാമിൻ്റെയും ഹവ്വയുടെയും കഥ ഒരു ഇലസ്ട്രേഷൻ മാത്രമാണോ? അതിന് ചരിത്രമുണ്ടോ? നമുക്കറിയാം, ആദാം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാനവരാശി എന്നാണ്. ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് ആയിരിക്കണം എന്നില്ല ആദാം. ആദാം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ഹ്യൂമാനിറ്റി എന്നാണ് ഹീബ്രു ഭാഷയിൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹ്യൂമാനിറ്റിയുടെ ഒരു പ്രതീകമായിരിക്കുന്ന ഒരു കപ്പിൾ, അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഫുൾ മാനവരാശിയുടെ ഒരു പ്രതിനിധി ആയിരിക്കുന്ന ഒരു കുടുംബം. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം ഉണ്ടായിരുന്നോ? ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതിനാദ്യം ദൈവം ഉപയോഗിക്കുന്നത് ഒരു കവിതയാണ്. ആ കവിതയിൽ ദൈവം ചില സ്പേസുകൾ നിർമ്മിക്കുന്നു, ആ സ്പേസുകളിൽ ചില ജീവജാലങ്ങളെ നിറയ്ക്കുന്നു. ആ രീതിയിൽ അതിനൊരു പ്രത്യേക ഓർഡറും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത്, എവല്യൂഷൻ ഉണ്ടായത്, അതേ ഓർഡറിൽ അതായിരിക്കണം എന്നില്ല. കാരണം സൂര്യൻ തന്നെ ഉണ്ടാകുന്നത് 4ാമത്തെ ദിവസമാണ്. നമ്മൾ ദിവസങ്ങൾ മനസ്സിലാക്കുന്നത് സൂര്യനെ വെച്ചിട്ടും ചന്ദ്രനെ വെച്ചിട്ടുമാണ്. അതാണ് ശരി സയൻറ്റിഫിക്കലി പറഞ്ഞത്. പക്ഷേ 4ാമത്തെ ദിവസമാണ് സൂര്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്താ അങ്ങനെ 4ാമത്തെ ദിവസം ദൈവം സൂര്യനെ ഉണ്ടാക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. കാരണം അന്യജാതികളൊക്കെ സൂര്യനെയും ചന്ദ്രനെയും ദൈവമാക്കുകയാണ്.
അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ സൂര്യനെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയാണ്, താഴ്ത്തി കെട്ടാൻ, എന്ന് വെച്ചാൽ സൂര്യൻ ദൈവമല്ല, സൂര്യനും ദൈവവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു കാര്യം മനുഷ്യർക്ക് ഉള്ളിൽ നല്ല ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയും മറ്റുള്ളവർക്കൊരു ഞങ്ങൾ നിങ്ങളെപ്പോലെ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരല്ല എന്ന് കാണിക്കാനും കൂടി വേണ്ടി അതിനൊന്ന് ഡീമോട്ട് ചെയ്തിട്ട് 4ാമത്തെ ദിവസത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മളിപ്പോൾ എവല്യൂഷൻ പ്രകാരം അല്ലെങ്കിൽ കോസ്മോളജി പ്രകാരം എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ള നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ കവിതയെ പോയി നോക്കിയാൽ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആകും. ഇതൊരു കവിതയാണ്. ആ കവിതയ്ക്കകത്ത് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ആത്മീയ ഉദ്ദേശമുണ്ട്, ഒരു ആധ്യാത്മിക ഉദ്ദേശമുണ്ട്, ഒരു തിയോളജിക്കൽ ദൈവികമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണ്? ദൈവം ഏത് രീതിയിലാണ് ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും ഒക്കെ കാണുന്നത്, അത് ദൈവം മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കാലഘട്ടത്തിൽ അതൊരു കാവ്യാത്മകമായ രൂപത്തിലാണ് മോശ അത് മനസ്സിലാക്കുന്നതും അത് പറയുന്നതും അത് പാടുന്നതും. അപ്പോൾ ഈ സ്പേസുകളും ആ സ്പേസസിനകത്ത് ജീവജാലങ്ങളും, ഇതൊരു പാറ്റേൺ നമുക്ക് ആ കവിതയ്ക്കകത്ത് കാണാനായിട്ട് സാധിക്കും. മറ്റ് അന്യജാതികൾക്കൊക്കെ ഉള്ളതുപോലെയുള്ള ആലയം, ദൈവാലയം എന്നുള്ള പാറ്റേണിലാണ് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രപഞ്ചം ഒരു ദൈവാലയം മാതിരിയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് മറ്റ് ആലയങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ ഇതിലും ഒരു പ്രതിഷ്ഠയുണ്ട്, ഇതിലൊരു പ്രതിമയുണ്ട്. ആ പ്രതിഷ്ഠ, ആ പ്രതിമ എന്ന് പറയുന്നത് നിശ്ചലമായ ജീവനില്ലാത്ത വിഗ്രഹമോ പ്രതിമയോ അല്ല. ചലിക്കാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന, ദൈവത്തെ അറിയാനും ആരാധിക്കാനും കഴിയുന്ന മനുഷ്യനാണ് ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ പ്രതിമ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ജീവൻ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതൊരു പ്രോസാണ്. അതിൽ ഒരു ഇലസ്ട്രേറ്റീവായിട്ട് ഒരു കഥ നമുക്ക് തരികയാണ്. ആദാം ഹവ്വ എന്ന് പറയുന്ന ഒരു ഇലസ്ട്രേറ്റീവ് കപ്പിൾ, അല്ലെങ്കിൽ അതിനെ എന്ന് വെച്ചാൽ മുഴുവൻ ഹ്യൂമാനിറ്റിക്കകത്തു നിന്നും ഒരു പ്രത്യേക കുടുംബത്തെ മാത്രം എടുത്തുകൊണ്ട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ സംസാരിക്കുകയാണ്. അവർക്ക് ദൈവം കൊടുത്ത കൽപ്പന എന്താണ്? മുഴുവൻ ഭൂമിയെ മുഴുവനും നിറയ്ക്കണം അവരെ പോലുള്ള വ്യക്തികളെ കൊണ്ട്. എന്ന് വെച്ചാൽ ദൈവം അവൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിച്ചു, അവരുടെ സാദൃശ്യത്തിൽ ഇനി മനുഷ്യരെ സൃഷ്ടിക്കണം. എന്നിട്ട് ഈ ഭൂമിയെ മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കണം. അതാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു ഉടമ്പടി ദൈവം മനുഷ്യനുമായിട്ട് സ്ഥാപിച്ചു. ഞാൻ നിനക്ക് ജീവനും സ്നേഹവും തന്നുകൊണ്ടിരിക്കും. നീ ചെയ്യേണ്ടത് ഈ സ്നേഹത്താൽ മറ്റ് ജീവജാലങ്ങളെയൊക്കെ സ്നേഹിക്കണം, സസ്യങ്ങളെ സ്നേഹിക്കണം, മറ്റ് മനുഷ്യരെ ഉണ്ടാക്കണം, അവരെ സ്നേഹിക്കണം. അങ്ങനെ ആ സ്നേഹം ഈ ഭൂമിയിലും പ്രപഞ്ചത്തിലും മുഴുവൻ അത് സ്പ്രെഡ് ചെയ്യണം. അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയായി തീരണം. ടു ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഗ്രേസ്, ദൈവത്തിൻ്റെ കരുണയുടെയും കൃപയുടെയും മഹത്വത്തിനായിട്ട് അത് തീരണം. അത് ആഗ്രഹിച്ചാണ് ദൈവം ഈ ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് മനുഷ്യന് സ്നേഹിക്കാനുള്ള കൽപ്പനയും കൊടുത്തു. ദൈവത്തെ ഏറ്റധികം സ്നേഹിക്കണം, മറ്റുള്ളവരെ അതിനെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ ഉടമ്പടി ബന്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു കക്ഷി അവിടേക്ക് വരുന്നത്. അത് ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് ഫോഴ്സാണ്. അപ്പം നമുക്ക് ചോദ്യം വരും, ഇത് ആരുണ്ടാക്കിയ ആ ഫോഴ്സിനെ? ഇതൊക്കെ ആൻസർ ചെയ്യാന്നുള്ളതല്ല ആ കഥയുടെ ഉദ്ദേശം. ആ കഥയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്, സ്നേഹത്തിന് വിരോധമായിട്ടുള്ളൊരു ഫോഴ്സ് ഈ ലോകത്തിലുണ്ട്. നമുക്കറിയാം ഇല്ലേ? വെറുപ്പിൻ്റെ ശക്തിയുണ്ട്, മനുഷ്യരുടെ ഇടയിലുണ്ട്. അതിനെ പെർസോണിഫൈ ചെയ്യുന്ന, അതിനെ മുഴുവനും, വെറുപ്പിനെ മുഴുവനും കേന്ദ്രീകരിച്ച് അതിനെ ഒരു വ്യക്തിത്വം ആക്കി മാറ്റിയിട്ട് ആ വെറുപ്പും മരണവും അടങ്ങുന്ന, മരണത്തിലേക്ക് എല്ലാവരെയും നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തെ അവിടെ പ്രദർശിപ്പിക്കുകയാണ്. ആ വ്യക്തിത്വം അന്ന് ഇവരുടെ ഇടയിൽ സർപ്പം എന്ന് പറയുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ജീവിയാണ്. ആ ജീവിയിൽ കൂടെയാണ് അത് വരുന്നത്, അല്ലെങ്കിൽ ആ ജീവിയാണ് അവിടെ പ്രതീകാത്മകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ആ ജീവി എന്ന് പറയുന്നത് മരണവും വെറുപ്പുമാണ് എന്നല്ല. പക്ഷെ ആ ആളുകൾക്കന്ന് സർപ്പത്തെ പേടിയായിരുന്നു, സർപ്പം കടിച്ചാൽ മരിക്കുകയും ചെയ്യും. ആ ആളുകൾക്കന്ന് സർപ്പത്തെ വെറുപ്പുമായിരുന്നു.
യോഹന്നാൻ സ്നാപകനൊക്കെ യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു പ്രവാചകന് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, മോശമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന, ദൈവഭക്തി നടിക്കുന്ന ആളുകളെക്കുറിച്ച് സർപ്പസന്തതികളെ എന്ന് വെച്ചാൽ അതൊരു ചീത്ത വാക്കാണ്. നിങ്ങളെല്ലാം സർപ്പങ്ങളെ പോലെയാണ്, സർപ്പസന്തതികളാണ് നിങ്ങൾ. പുറമേ നോക്കുമ്പോൾ നിങ്ങൾ നല്ല മനുഷ്യരായിട്ട് നടക്കുന്നു, പക്ഷെ ഉള്ളിൽ നിങ്ങൾക്ക് മുഴുവൻ വിഷമാണ്, വിഷപ്പാമ്പ് മാതിരിയാണ് നിങ്ങൾ എന്നാണ് യോഹന്നാന് അവരെ ചീത്ത വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആ സർപ്പം എന്ന് പറഞ്ഞ ഈ സമൂഹം മുഴുവനും വെറുക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടാത്ത ഇവർ ഡെസേർട്ടിലാണ്. അവിടുത്തെ സർപ്പങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പോയ്സണസ് ആണ്, നല്ല വിഷമുള്ള സർപ്പങ്ങളാണ്. അപ്പോൾ ആ സർപ്പത്തിൻ്റെ ഒരു പ്രതിനിധീകരണം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് സർപ്പത്തിൽ കൂടെ സാത്താൻ വന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അങ്ങനെയല്ല, അതൊരു കാവ്യാത്മകമായ രീതിയിൽ വേണം നമ്മളത് മനസ്സിലാക്കാൻ. അതൊരു ഫിഗറേറ്റീവ് യൂസേജാണ്. അപ്പോൾ ആ രീതിയിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കഥ, അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. അങ്ങനെയല്ല, അത് ഒരു ഇല്ലസ്ട്രേറ്റീവ് സ്റ്റോറിയാണ്. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ദൈവം ഒരു കഥ ഉപയോഗിച്ച് അവന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ ഒരു കഥയ്ക്കകത്ത് അപ്പോൾ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ മാതിരി, ഇപ്പോൾ സർപ്പം എന്തിനാണ്, സർപ്പം എങ്ങനെ വന്നത്, ആ സമയത്ത് ദൈവം എന്തുകൊണ്ട് മാറിപ്പോയി, ദൈവം അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നു, ദൈവം എന്താ മനുഷ്യനെ ടെസ്റ്റ് ചെയ്യായിരുന്നു, അതിൻ്റെ ആവശ്യം തരും, ദൈവം എന്തിനാണ് മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തത്, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ മനുഷ്യൻ ആ സർപ്പത്തിൻ്റെ വാക്കിൽ വീണത്. സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത റോബോട്ട് മാതിരിയായിരുന്നെങ്കിൽ ദൈവം പറഞ്ഞാൽ അതേപടി അനുസരിക്കത്തില്ലായിരുന്നു. എന്തിനാണ് ദൈവം അങ്ങനെ ഒരു ബോംബ് സ്വന്തമായിട്ട് നശിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ വിൽ എന്ന് പറയുന്ന, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവ് എന്ന് പറയുന്ന ഒരു ബോംബ് ദൈവം മനുഷ്യന് കൊടുത്തത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ മറുപടികളും ഉണ്ട്, ആൻസേഴ്സ് ഉണ്ട്. ഞാൻ തന്നെ അതിനുള്ള ആൻസേഴ്സ് കൊടുത്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതൊക്കെ ആൻസർ ചെയ്യാന്നുള്ളതൊന്നല്ല ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും അധ്യായത്തിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഒരു സന്ദേശം ഒരു ജനതയോട് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു കഥയാണ് ആ 2-3 അധ്യായത്തിലുള്ളത്. 1-ാമത്തെ അധ്യായത്തിൽ അതൊരു കവിതയാണ്. ഈ കവിതയും കഥയൊക്കെ ഉപയോഗിച്ചിട്ട് ദൈവം ആരാണെന്നും മറ്റ് ദൈവങ്ങളിൽ നിന്നും അവൻ എങ്ങനെയാണ് വ്യത്യസ്തനെന്നും മനുഷ്യനെക്കുറിച്ച് അവൻ്റെ ഉദ്ദേശം എന്താണെന്നും മറ്റ് ദൈവങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ ദൈവം ആ എബ്രായ ജനത്തിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കഥയ്ക്കകത്ത് നമ്മൾ വന്നിട്ട് ഈ സർപ്പത്തിൽ കൂടെ എന്തിനാണ് വന്നത്, സർപ്പം വന്ന സമയത്ത് എന്തുകൊണ്ട് ദൈവം പോയി എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് മഹാമണ്ഡത്തരാണ്. ഇന്ന് നമ്മൾ പല സിനിമകളും കാണുന്നവരാണ്. അതിനകത്ത് ഓരോ ക്യാരക്ടർ ഓരോ രീതിയിൽ ബിഹേവ് ചെയ്തെന്നിരിക്കും, പക്ഷെ അതൊക്കെ പ്രതീകാത്മകമായ രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ ഒരു കഥ വായിക്കുമ്പോൾ ഇതിനെ ചരിത്രാത്മകമായ രീതിയിൽ തന്നെ എടുക്കണം, ഇതിനെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കണം. എന്തുകൊണ്ട് ദൈവം ആ സമയത്ത് മാറിപ്പോയെന്നുള്ളതിന് ആൻസർ കിട്ടാതെ നീ ദൈവത്തെ വിശ്വസിക്കില്ല, അങ്ങനെയാണെങ്കിൽ നിനക്കിത് മനസ്സിലാക്കാനും പറ്റില്ല. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ദൈവം മാറിപ്പോയതെന്ന്. ടെസ്റ്റ് ചെയ്യാനാണോ അല്ലയോ എന്നൊക്കെ അത് പിന്നീട്. പക്ഷേ ഇപ്പോൾ ദൈവം ഈ കഥ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക. എന്താണ് ആ ഉദ്ദേശം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ, കാരണം അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഇതേ സാത്താൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും പ്രതീകമായിരിക്കുമ്പോൾ പിശാച് എന്ന് പറയുന്നത് വെറുപ്പിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ പിശാചിനെ അനുസരിച്ച് മനുഷ്യൻ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ സ്വേച്ഛ അനുസരിച്ചാണ് പോകുന്നത്. അവിടുത്തെ ആ നീ ഇത് കഴിക്കുന്ന നാളിൽ ജ്ഞാനം ലഭിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കുന്ന നാളിൽ കഴിക്കുന്ന നാഴികയിൽ നീ മരിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നീ സ്വേച്ഛ അന്വേഷിച്ചിട്ട് നിൻ്റെ സ്വന്തമായ ജ്ഞാനത്തിൽ നീ നടക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നീ ദൈവവുമായുള്ള ബന്ധത്തിൽ തെറ്റിപ്പോകും എന്നാണ് അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം. അപ്പോൾ അത് കഥ ഉപയോഗിച്ച് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പം മനുഷ്യൻ അതന്വേഷിച്ചിട്ട് പോയി. മരിക്കയില്ല നിശ്ചയം എന്ന് പറയുന്ന വാക്ക് അവൻ വിശ്വസിച്ചു. അപ്പോൾ ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം, നല്ല ബന്ധം, ആ സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും ബന്ധം തകർന്നുപോയി. അവനിപ്പോൾ ബന്ധം സാത്താനുമായിട്ടായി. ദൈവവുമായിട്ടുള്ള അവൻ്റെ ഉടമ്പടി മാറിപ്പോയി. ഇപ്പോൾ മനുഷ്യൻ മരണത്തിലേക്ക് പോവാണ്, സ്വന്തത്തിൻ്റെ മരണത്തിലേക്ക് പോവാണ്. അവൻ വെറുപ്പിനാൽ നിറയപ്പെട്ടിരിക്കുന്നു. ആ അവസ്ഥയിൽ അവന് ദൈവത്തെ ഫേസ് ചെയ്യാൻ വയ്യ. ദൈവം അവന് ശാപം കൊടുക്കണം. ആ ശാപത്തിനകത്ത് എന്തുണ്ട്? മരണമുണ്ട്.
അപ്പം മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ പിശാചിൻ്റെ വാക്ക് കേട്ട് സ്വേച്ഛയിലേക്ക് പോയി. ആ സ്വേച്ഛയും പിശാചിൻ്റെ വാക്കും കൂടെ ചേരുന്നതിനാണ് നമ്മൾ പാപം എന്ന് വിളിക്കുന്നത്. ആ പാപത്തിലേക്ക് മനുഷ്യൻ പോയി. പാപം മൂലം മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ലാതായി. മനുഷ്യനെ ദൈവം ശപിച്ചു. ആ ശാപത്തിനകത്ത് മരണം ഉണ്ടായിരുന്നു. ഇനി നീ എല്ലാ നാളും ജീവിക്കുമെന്ന് വിചാരിക്കേണ്ട, യു വിൽ ഡൈ, നിങ്ങൾ മരിക്കും. അപ്പോൾ ആ ഉടനെ തന്നെ അവർക്ക് തലയുറ്റി വീണ് മരിക്കല്ല, പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധം അവർക്ക് കട്ടായി. പിന്നീട് മനുഷ്യൻ്റെ ശരീരം മരിക്കുന്ന ഒരു ശരീരമായി തീർന്നു. എപ്പോഴും നിത്യമായി ജീവിക്കുന്ന യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉള്ള പോലത്തെ ശരീരമാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ചത്. എന്നാൽ മനുഷ്യനിപ്പോൾ മരണം വന്നു. അതുകൊണ്ട് രോഗം, ദുഃഖം, ദാരിദ്ര്യം, ക്ലേശം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വന്നു. മനുഷ്യനെ ദൈവം ആ നല്ല തോട്ടത്തിൽ നിന്നും ആ നല്ല അധികാരമുള്ള സ്ഥാനത്ത് നിന്നും പുറത്താക്കി. അവനിപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനാണല്ലോ ഇറങ്ങിയത്. അവൻ്റെ ഇഷ്ടത്തിന് പോയി അവന് അധ്വാനിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അവൻ്റെ കാര്യങ്ങൾ നന്നാക്കി അവൻ്റെ രോഗങ്ങളെ ചികിത്സിച്ചിട്ട് മരണം വരെയും ഒരു അത്യാവശ്യം സുഖത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥയായി. അല്ലെങ്കിൽ നിത്യമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സുഖമായിട്ട് വസിക്കാനുള്ള അവസരമാണ് ദൈവം ഒരുക്കി കൊടുത്തത്. ചെയ്യേണ്ടിയിരുന്നത് ജീവജാലങ്ങളെ സംരക്ഷിക്കുക, സ്നേഹിക്കുക, പ്രപഞ്ചത്തെ സ്നേഹിക്കുക, അതിനെ പരിപാലിക്കുക. അത് ചെയ്യുന്നതിന് പകരം എനിക്ക് ദൈവത്തെ പോലെ ആകണം, ഇതിൻ്റെയൊക്കെ അധികാരിയാകണം, എനിക്ക് ദൈവത്തെക്കാളും വലിയവനാകണം എന്നുള്ള ആഗ്രഹം അവന് മനസ്സിൽ വന്നു. സ്വേച്ഛ അന്വേഷിച്ചു. വെറുപ്പിനും മരണത്തിനും അധീനപ്പെട്ടു പോയി. പാപത്തിൻ്റെ അടിമയായി പുറത്താക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യൻ പോയി എന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം, സാരം. മനുഷ്യന് ഇപ്പോൾ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യരെല്ലാം ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടി ദൈവ സാന്നിധ്യം അന്വേഷിച്ച് നടക്കുന്നത്. ഏതെങ്കിലും മൃഗം ഞാൻ ദൈവത്തെ അന്വേഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇല്ല. പക്ഷെ മനുഷ്യർക്ക് എല്ലാവർക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെങ്ങനെയുള്ളവരാണെങ്കിലും എന്നെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ ആഗ്രഹം പുറത്തേക്ക് വരും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ആരാണ്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ മുഴുവനും നിയന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും ഇല്ലെങ്കിലും അങ്ങനെ ആരും ഇല്ല എന്ന് അവനെ തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചാലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ചോദ്യം എപ്പോഴും ഉണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും ഇതിനെ നിയന്ത്രിക്കുന്നവനും ഇതിൻ്റെ പരിപാലകനുമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇത് തന്നെത്താനെയാണോ ഇങ്ങനെയൊക്കെ ഓർഡറായിട്ട് നടക്കുന്നത്? ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു ശക്തിയുള്ള വ്യക്തിയോ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവൻ അന്വേഷിച്ച് ഇറങ്ങും. ബുദ്ധൻ ഇറങ്ങിയില്ലേ? ജൈനമതം സ്ഥാപിച്ച മഹാവീരൻ ഇറങ്ങിയില്ലേ? നമ്മുടെ ഹിന്ദുമതത്തിലുള്ള അനേകം സന്യാസിമാർ അവരൊക്കെ ഇറങ്ങിയില്ലേ? അവരൊക്കെ ഇറങ്ങിയത് ഈ ഒരു തീവ്രമായ ആഗ്രഹം ദൈവത്തെ അറിയണം. ആ ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനായതുകൊണ്ട് ദൈവത്തെ അറിയണം, ദൈവവുമായിട്ട് തിരിച്ചു ചേരണം, ആ ഉടമ്പടി ബന്ധത്തിലേക്ക്, ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് തിരിച്ചു വരണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുക. മനുഷ്യന് സ്വാഭാവികമായിട്ടും മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും സ്നേഹത്തെയും ജീവനെയാണ് വില മതിക്കുന്നത്. അതാണ് വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. വെറുപ്പിനെയും മരണത്തെയും മനുഷ്യൻ എപ്പോഴും കുറഞ്ഞ വിലയുള്ളതായിട്ടും ചീത്തയായിട്ടും നല്ലതല്ലാത്ത കാര്യങ്ങളായിട്ടുമാണ് കാണുന്നത്. ആ നന്മ തിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് അന്ന് മുതലേ മനുഷ്യന് ഉണ്ട്. നന്മയുടെ അവസ്ഥയിലായിരുന്ന മനുഷ്യൻ നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടി പോയപ്പോൾ തിന്മയും കടന്നു വന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ തിന്മ കടന്നു വന്നതിൻ്റെ ആദ്യത്തെ അടയാളം എന്താണ്? കൈൻ ഹാബേലിനെ കൊന്നു. വെറുപ്പ്, അസൂയ, പക, പിണക്കം, കയ്പ് അത്രയ്ക്കും മൂത്തു. ദൈവികമായ കാര്യത്തിന് വേണ്ടിയാണ് കൈനും ഹാബേലും പോയത്. ദൈവത്തിൻ്റെ പ്രസാദം തേടിയിട്ടാണ് പോയത്. എന്നാൽ ദൈവപ്രസാദം തനിക്ക് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ കൈന് സഹിക്കാൻ പറ്റിയില്ല. അവൻ്റെ മനസ്സിൽ വെറുപ്പ്, വിദ്വേഷം, കയ്പ്, പക, പിണക്കം ഇതെല്ലാം വന്നു. അവസാനം അവൻ കോപിച്ചിട്ട് അവൻ്റെ സഹോദരനായ ഹാബേലിനെ കൊന്നു. അതാണ് വെറുപ്പിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. വെറുപ്പ് നിമിത്തം വന്ന മരണത്തിൻ്റെ ഒന്നാമത്തെ അടയാളം. അപ്പോൾ ഈ കൈനും ഹാബേൽ എന്ന് പറയുന്നത് ശരിക്കുള്ള മനുഷ്യരായിരുന്നു? ആയിരിക്കാം, അല്ലാതിരിക്കാം. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? ദൈവം നമുക്ക് ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു തിയോളജിക്കലായിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള സന്ദേശം തരാനായിട്ട് ആഗ്രഹിക്കുക. അതിനുവേണ്ടി
ദൈവം ഈ മുഴുവൻ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരുടെ ഇടയിൽ നിന്നും ഒരു കുടുംബത്തെ എടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് അതിലേക്ക് ഇങ്ങനെ എന്താ പറയുക, അതിനെ ഒന്ന് സൂം ചെയ്തിട്ട്, ഇപ്പം നമ്മൾ ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ആ സിനിമയ്ക്കകത്ത് ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കാര്യമായിരിക്കും കാണിക്കുന്നത്, പക്ഷേ അതിൽ പല കുടുംബങ്ങളുടെയും കാര്യം അതിൽ അടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അതൊരു മാതൃകാ കുടുംബമായിട്ട് നമ്മൾ കാണുന്ന മാതിരി ഇവിടെ ഒരു മാതൃകാ കുടുംബത്തെ എടുത്തിട്ട് അതിനകത്ത് പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവം കാണിക്കുക, ഒരു സാമ്പിൾ കുടുംബം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഹിസ്റ്റോറിക്കലാണോ? ഹിസ്റ്റോറിക്കലാണ്. പക്ഷെ അത് ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അത് എഴുതിയിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിക് വേയിലാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്, അത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ ആദാം എന്ന് പറയുന്ന, അവ എന്ന് പറയുന്ന, കൈൻ എന്ന് പറയുന്ന, ആബിൽ എന്ന് പറഞ്ഞ വ്യക്തികളൊക്കെ കാണും. പക്ഷേ ആ വ്യക്തികളൊക്കെ അവരുടെ ആ സ്റ്റോറിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അത് വിശദീകരിച്ചിരിക്കുന്നത്, ഒരു സന്ദേശം നമുക്ക് തരത്തക്ക രീതിയിൽ. നമ്മൾ സ്വേച്ഛ അന്വേഷിച്ച് പോയാൽ, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന രീതിയിലുള്ള സ്നേഹവും ജീവനും ഒക്കെ വിട്ടിട്ട് വെറുപ്പിൻ്റെ പാതയിലേക്ക് പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. ഇതാണ് അതിൻ്റെ സന്ദേശം. അപ്പോൾ ബൈബിളിൻ്റെ ഞാൻ പറഞ്ഞൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് എന്താണെന്ന് വെച്ചാൽ പഴയ നിയമം, പുതിയ നിയമം എന്ന് നമ്മൾ പറയുന്നില്ലേ, ആ നിയമം എന്ന് പറയുന്ന കാര്യമാണ് ആ ചട്ടക്കൂട്. ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ന്യൂ ടെസ്റ്റമെൻറ്റ്, ആ ടെസ്റ്റമെൻറ്റ് എന്ന് പറയുന്ന കാര്യമാണ് ആ ചട്ടക്കൂട്. അപ്പോൾ ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിയമത്തിന് വേറെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉടമ്പടി. ആ ഒന്നാമത്തെ നിയമം അഥവാ ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ മനുഷ്യനും ദൈവവും തമ്മിലുണ്ടായിരുന്ന ഉടമ്പടിയാണ്. ആ ഉടമ്പടി പാപം മൂലം തകർന്നുപോയി. അതിൻ്റെ ഫലമായിട്ട് ശാപം വന്നു. ശാപത്തിൽ കൂടെ വെറുപ്പും മരണവും മാനവരാശിയിലേക്ക് കടന്നു. ഇനി നമ്മൾ കാണുന്നത് ഈ ദൈവം പിന്നീട് മനുഷ്യനെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പം നമ്മളിന്ന് കാണുന്ന നമ്മുടെ ലോകത്തിൽ മനുഷ്യരെല്ലാം ദൈവത്തെ അന്വേഷിച്ച് പോകുന്നതായിട്ടാണ് നമ്മുടെ ഭാരതത്തിൽ. പക്ഷേ ആ മിഡിൽ ഈസ്റ്റിൽ ദൈവം മനുഷ്യരെ അന്വേഷിച്ച് വരികയാണ്. കാരണം നമുക്കറിയാം എത്രയും വെറുപ്പും വിദ്വേഷവും കയ്പൊക്കെ ഉള്ളൊരു സമൂഹമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ദൈവം അന്വേഷിച്ച് വന്നാലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ദൈവം അന്വേഷിച്ച് വരികയാണ് മനുഷ്യരെ. അങ്ങനെ അന്വേഷിച്ച് വന്ന കൂട്ടത്തിൽ ദൈവം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ് അബ്രഹാം. ആ അബ്രഹാമിൻ്റെ കുടുംബവുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കും. അബ്രഹാമിനോടും ദൈവം ഇതേ വാഗ്ദത്തം മനുഷ്യർക്ക് കൊടുത്ത, ആദമിനും ഹവ്വയ്ക്കും കൊടുത്ത അതേ വാഗ്ദത്തം തന്നെ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് ദൈവം പറയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഈ ഭൂമിയിലുള്ള എല്ലാ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയും അവനിലൂടെ വരാനിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജാതിയെയും ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദൈവം തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആ വാക്ക്. അബ്രഹാമിലൂടെ ദൈവം എല്ലാവരെയും മുൻ നിയമിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ജാതിയാണ് ഇനി മുന്നോട്ട് ദൈവം കാണാൻ പോകുന്നത്. ദൈവം ആ ജാതിയുടെ, അല്ലെങ്കിൽ ആ പറയുന്ന കുടുംബത്തിൻ്റെ, അല്ലെങ്കിൽ ആ പറയുന്ന ആ ഒരു രാഷ്ട്രത്തിൻ്റെ ലെൻസിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങളും കാണാനും അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ടും ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തു, അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു, അബ്രഹാമിൻ്റെ സന്തതിയിൽ കൂടെ ദൈവം ബാക്കിയുള്ളവരെയും തിരഞ്ഞെടുക്കും. ഇതൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഉടമ്പടിയിൽ കഴിഞ്ഞു പോയ ഇസ്രായേലിന് എന്ത് സംഭവിച്ചു? അവർക്ക് ദൈവം കൊടുത്ത കൽപ്പന എന്താണ്? ആ 10 കൽപ്പന നമ്മൾ നോക്കുകയാണെങ്കിൽ, 10 കൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം, അത്രയേ ഉള്ളൂ കൽപ്പന എന്ന് പറയുന്നത്. ആ 10 കൽപ്പന അടങ്ങുന്ന തോറ എന്ന് പറയുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന് പറയുന്ന ഈ 5 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ദൈവവുമായി അവർ ചെയ്തിരിക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ ഡോക്യുമെൻ്റാണ്. ദൈവവുമായുള്ള അവരുടെ ഉടമ്പടിയുടെ അംഗീകാരം, അല്ലെങ്കിൽ ഉടമ്പടിയുടെ പുസ്തകം, ബുക്ക് ഓഫ് ദ കവനൻ്റ് ആണ്. ആ ഉടമ്പടി പ്രകാരമാണ് ഇസ്രായേലിനെ ദൈവം മുഴുവനായിട്ടും കാണുന്നതും, ഇസ്രായേലിൻ്റെ കൂടെ ദൈവം സഞ്ചരിക്കുന്നതും, ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതും, ഇസ്രായേലിനെ ദൈവം അനുഗ്രഹിക്കുന്നതും, ഇസ്രായേലിനെ ദൈവം വലുതാക്കാൻ പോകുന്നതും. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിന് ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ട്. മോശയാണ് അവരെ ആ ബന്ധത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. അവർ ഫറവോൻ്റെ കീഴിൽ മിസ്രൈമിൽ അടിമകളായിരിക്കുന്നു. ആ അടിമത്തത്തിൽ നിന്ന് അവരെ ദൈവം രക്ഷിച്ചു കൊണ്ടുവരുന്നു. 10 മഹാ അത്ഭുതങ്ങൾ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളോട് പങ്കുവച്ചു. അങ്ങനെ വന്ന ശേഷം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരുടെ നടുവിലേക്ക്
സീനായ് പർവ്വതത്തിൻ്റെ അടുക്കലേക്ക് ഇവർ ചെല്ലുമ്പോൾ അവിടെ കടന്നു വരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം തന്ന ഈ പുസ്തകമുണ്ട്, തോറയും ടാബർനാക്കളും, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന ദൈവത്തിൻ്റെ ആ കൂടാരവും. അത് രണ്ടുമാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ദൈവ സാന്നിധ്യം വേണം, ദൈവവചനവും വേണം. ഈ ദൈവ സാന്നിധ്യവും ഈ ദൈവവചനവും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുകയും മറ്റുള്ളവരെ അവരെ പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായി ഇസ്രായേൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവർ പ്രതിമകളും വിഗ്രഹങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. കാരണം ദൈവത്തെ നമുക്ക് ചത്തുപോയ വിഗ്രഹങ്ങളോട് സമനാക്കാൻ കഴിയില്ല. ജീവനില്ലാത്ത വിഗ്രഹങ്ങളോട് നമുക്ക് സമനാക്കാൻ കഴിയില്ല. അവർ അന്യദേവന്മാരെ, അവരുടെ ചുറ്റുമുള്ള ദൈവന്മാരെയും വിളിക്കാൻ പാടില്ല. കാരണം അതൊക്കെ കുറഞ്ഞ ദൈവങ്ങളാണ്. നമ്മുടെ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ നാമം വൃഥാവായിട്ട് എടുക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ പേരിൽ കള്ള പ്രോമിസസ് ചെയ്യാൻ പാടില്ല. അവർക്കൊരു ശബത്ത് എന്ന് പറയുന്നത് 7ാമത്തെ ദിവസമാണ്. ആ ദിവസം റെസ്റ്റ് ചെയ്യാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയം അവർ അതിനായിട്ട് വേർതിരിക്കണം. അന്ന് പൈസയ്ക്കായിട്ട് അധ്വാനിക്കരുത്, ജോലി ചെയ്യരുത്. ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് റെസ്റ്റ് കൊടുക്കണം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സ്വസ്ഥതയുടെ ദിവസമാണ് ശബത്ത് നാൾ. അത് ശുദ്ധീകരിച്ച് ആചരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ദൈവവചനം കേൾക്കാനും ദൈവവുമായി ബന്ധപ്പെടാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന ദൈവികമായ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു ദിവസമാണ് ആ ശബത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കണം. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അതാണ് 5ാമത്തെ കൽപ്പന. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അതിൻ്റെ കൂടെ ഒരു വാഗ്ദത്തം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും, ആയുസ് ഉണ്ടാകും. ദീർഘായുസ്സും ആയുഷ്കാലം മുഴുവനും സമൃദ്ധിയും നിങ്ങൾക്കുണ്ടാകും. ലോങ് ലൈഫ് ആൻഡ് ലൈഫ് ലോങ് പ്രോസ്പെരിറ്റി, ഇത് രണ്ടും ഉണ്ടാകും അപ്പനെയും അമ്മയും നിങ്ങൾ ബഹുമാനിക്കുകയാണെങ്കിൽ. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആ ആദ്യത്തെ 5 കൽപ്പനകൾ മുഴുവനും കൂടിയിട്ടാണ് ആ വാഗ്ദത്തങ്ങൾ ശരിക്കും കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർത്തിട്ട് വേണം നമ്മൾ ഈ വാഗ്ദത്തങ്ങളെ വായിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകാനും ആയുസ്സുകാലം മുഴുവനും നിങ്ങൾ സമൃദ്ധിയോടെ ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, അന്യദേവന്മാരെ ആരാധിക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ നാമവൃഥാവ് എടുക്കാൻ പാടില്ല. ശബത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കണം. അവസാനം പറയാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവർക്ക് പ്രായമായി കഴിയുമ്പോൾ അവരെ സഹായിക്കണം, അവരെ കരുതണം, അവർക്ക് ആവശ്യമായത് നിങ്ങൾ കൊടുക്കണം. അതാണ് ഈ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സംഭവമല്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അത് നിങ്ങൾ പ്രതിബദ്ധരാണ്. ഇനി അടുത്ത 5 കൽപ്പന. അപ്പോൾ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്യും. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടാകും. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധർ, പാപമില്ലാത്ത അവസ്ഥ, അതാണ് വിശുദ്ധി. ആ വിശുദ്ധരാണ് നിങ്ങൾ ഈ ഉടമ്പടി ബന്ധത്തിനകത്ത് ദൈവസാന്നിധ്യം അവരുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവരുടെ പാപം ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്. അവർ ഉടമ്പടി ബന്ധത്തിലാണ്. ആ ഉടമ്പടി ബന്ധത്തിലായിരിക്കുമ്പോൾ ദൈവം അവർക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ ഉടമ്പടി ബന്ധത്തിലായിരിക്കുമ്പോൾ അവർ ദൈവത്തോട് വിശ്വസ്തത കാണിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതേമാതിരി അവർ പരസ്പരം വിശ്വസ്തത കാണിക്കേണ്ട 5 വേറെ കാര്യങ്ങളുണ്ട്. ആ പരസ്പരവും ദൈവവുമായിട്ടുള്ള വിശ്വസ്തതയ്ക്കകത്താണ് ഇവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാന്മാർ എന്നറിയപ്പെടുന്നത്. ആ ചട്ടക്കൂടിനകത്താണ് ഇവർക്ക് ദൈവം നീതി പ്രഖ്യാപിക്കുന്നത്. ആ ഉടമ്പടി എന്ന് പറയുന്ന ചട്ടക്കൂടിനകത്താണ് ഇവർ ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുന്ന വ്യക്തികളായിത്തീരുന്നത്. ദൈവത്തിൻ്റെ നീതി ഇവർക്കുള്ളത്. അപ്പോൾ ആ ചട്ടക്കൂടിനകത്ത് 5 കാര്യങ്ങൾ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഇവർ വിശ്വസ്തരായിരിക്കേണ്ട 5 കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ മുതൽ മോഹിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ എല്ലാം പാപങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ പാപങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ
ഈ 5 കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കും, നിങ്ങൾക്ക് അവരെ കൊല്ലാൻ, അവരോട് കൊലപാതകം ചെയ്യാനോ, അവരുടെ ഭാര്യമാരോട് വ്യഭിചാരം ചെയ്യാനോ, അവരുടെ കാര്യങ്ങൾ മോഷ്ടിക്കാനോ, അവരുടെ നന്മകളെ മോഹിക്കാനോ, അവർക്കെതിരെ കള്ളസാക്ഷ്യം പറയാനോ ഭോഷ്ക് പറയാനോ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പാലിക്കും, നിങ്ങൾ അവരെ ബഹുമാനിക്കും, അവരുടെ വില നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളെപ്പോലെ തന്നെ അവരും വിലപ്പെട്ട വ്യക്തികളാണെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് ഡീൽ ചെയ്യും. അവരും ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണെന്ന് മനസ്സിലാക്കി അവരെ സ്നേഹിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരോടുള്ള ബന്ധത്തിലും നല്ല മനസ്സാക്ഷിയുള്ളവരാണ്, നിങ്ങൾ വിശുദ്ധി ഉള്ളവരാണ്. അപ്പോൾ ഈ 2 ഘടകങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് വിശുദ്ധി ഉണ്ടാവുക. അതാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. ഈ ദൈവവുമായുള്ള ബന്ധത്തിൽ നല്ല ഉടമ്പടിയിൽ ദൈവം തന്നിരിക്കുന്ന ഉടമ്പടിയിൽ അവരായിരിക്കും. അവർക്ക് വചനമുണ്ട്, അവർക്ക് ദൈവ സാന്നിധ്യമുണ്ട്, ദൈവ സാന്നിധ്യത്തിൽ അവർ ജീവിച്ചു പോകുന്നു. അവർ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നന്മ ചെയ്യുന്നു, ദൈവവുമായുള്ള ബന്ധത്തിൽ നന്മ ചെയ്യുന്നു. 2 കാര്യങ്ങളിലും അവർ നല്ല മനസ്സാക്ഷിയുള്ള ഒരു ദൈവിക ഗൃഹമായിട്ട്, ദൈവത്തിൻ്റെ പുരോഹിതന്മാരായിട്ട്, ദൈവത്തിൻ്റെ പ്രതിമയായിട്ട്, ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായിട്ട്, ദൈവത്തെ എല്ലാ സ്ഥലത്തും പ്രസിദ്ധപ്പെടുത്തുന്നവരായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു സമയം. അതാണ് ദാവീദ് രാജാവിൻ്റെ സമയം. ദാവീദ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട്. ആ സമയങ്ങളിൽ ഇസ്രായേലൊക്കെ ഈ ഒരു അവസ്ഥയാണ് എന്നാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച സമയത്ത് മനുഷ്യൻ ദൈവത്തിൻ്റെ പുരോഹിതനാണ്, ദൈവത്തിൻ്റെ പ്രതിമയാണ് ആ ദൈവാലയത്തിനകത്ത്. ഈ ചട്ടക്കൂടിനകത്ത് ഇസ്രായേലിൽ ദാവീദിൻ്റെ കാലഘട്ടം പോലെയുള്ള ആ കാലഘട്ടത്തിൽ, ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടത്തിൽ, ഗോൾഡൻ ഏജിൽ ഇസ്രായേലും ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ മധ്യമുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് ഒരേ ദൈവത്തെ ആരാധിക്കുന്നു. അവരെല്ലാവരും തമ്മിൽ നല്ല മനസ്സാക്ഷിയുള്ളവരായിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം പിന്നീട് ഒരിക്കലും ഇസ്രായേലിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേൽ പിന്നെ വിഗ്രഹ ആരാധനയിലേക്ക് പോകുന്നു. ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആ 5 കൽപ്പനകളും തകർക്കത്തക്ക രീതിയിൽ അന്യദേവന്മാരെ അന്വേഷിച്ച് പോകുന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ച് അങ്ങനെ ഒരു രീതിയിലേക്ക് ഇസ്രായേൽ പോകുന്നു. അത് ദാവീദിന്റെ മകനായ ശലോമോൻ മുതലേക്കേ അത് ആരംഭിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ഉടമ്പടി വീണ്ടും തെറ്റിപ്പോവുകയാണ്. ആ ഉടമ്പടി ബ്രേക്ക് ആവാം. മാത്രമല്ല, അങ്ങനെ അവർ വിഗ്രഹങ്ങളെ സേവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ പരസ്പരവും അനീതിയാണ് ചെയ്യുന്നത്. നീതിപീഠത്തിലിരിക്കുന്നവർ, ജഡ്ജിമാർ, അവർ ചെയ്യേണ്ടത് എന്താണ്? പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കും നീതി പാലിച്ചു കൊടുക്കണം. അങ്ങനെ നീതി പാലിച്ചു കൊടുക്കേണ്ട ആ നീതിപാലകന്മാർ നീതിയുടെ പേരിൽ അനീതിയാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നവന് ആ അർഹിക്കുന്ന കാര്യം കിട്ടാതെ വരുന്നു എന്ന് മാത്രമല്ല, അവന് പണിഷ്മെൻറ്റും കൂടെ കൊടുക്കണം. അങ്ങനെ വളരെയധികം ഇസ്രായേലിൻ്റെ ജസ്റ്റിസ് അല്ലെങ്കിൽ ആ നീതി പാലനം എന്ന് പറയുന്ന കാര്യം, ന്യായപാലനം എന്ന് പറയുന്ന കാര്യം അധപ്പതിച്ച ഒരു കാലഘട്ടം വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളുടെ ആലയത്തിൽ, ശലോമോൻ പണിത ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരുന്നു. ദൈവം പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളുടെ ആലയത്തിൽ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ചത്തുപോകും, നിങ്ങളൊക്കെ മരിച്ചു പോകും. കാരണം ദൈവം അത്രയും കോപിക്കുകയാണ് ഇവരിതൊക്കെ ചെയ്യുമ്പോൾ. ദൈവക്രോധമാണ് ഇവരുടെ മുകളിൽ വരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ആലയം വിട്ടുപോയി. നമ്മൾ ഏദൻ തോട്ടത്തിൽ കാണുന്നു, ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം കട്ടായി, ദൈവം അവരെ ശപിച്ചു, ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കി എന്ന് പറയുന്ന മാതിരി ദൈവവുമായിട്ടുള്ള ബന്ധം കട്ടായി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേലിൽ നിന്ന് മാറിപ്പോയി. ഇസ്രായേൽ പിന്നീട് പ്രവാസത്തിലേക്ക് പോവാണ്. ആദമും ഹവ്വയും ഒരു രീതി പറഞ്ഞ പ്രവാസത്തിലേക്ക് പോയി. അവരെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നത് മാതിരി ദൈവം ഇസ്രായേലിനെ മുഴുവനായിട്ടും പിന്നെ പ്രവാസത്തിലേക്ക് അയച്ചു. മറ്റ് ഏത് വിഗ്രഹങ്ങളെയാണോ അവർ അന്വേഷിച്ചത് ആ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുടെ അടിമയാക്കി ദൈവം അവരെ പാഠം പഠിപ്പിക്കുകയാണ്. അവർ ആ പ്രവാസത്തിലേക്ക് പോയ സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം പിന്നെയും അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ ആലയം വിട്ടിട്ട് പ്രവാസത്തിലേക്ക് പോയ ജനത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പ്രവാചകന്മാർ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ യെരുശലേമിലെ ദൈവാലയത്തിൽ ദൈവ സാന്നിധ്യമില്ല, ദൈവമില്ല. അങ്ങനെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ആലയത്തെയാണ് പിന്നീട് ബാബിലോൺകാർ വന്ന് നശിപ്പിക്കുന്നത്. അതിനെ മുഴുവനും
ആ സ്ഥലത്തെ മുഴുവനും അവർ അശുദ്ധമാക്കി തീർക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സമയത്ത് എന്തായാലും അതിനെ അശുദ്ധമാക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അതിനു മുമ്പേ വിട്ടുപോയി. ദൈവത്തിൻ്റെ ജനം പ്രവാസത്തിൽ കഴിയുന്ന ആ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് പോയി. ആ ദൈവത്തിൻ്റെ ജനം പ്രവാസത്തിൽ കഴിയുമ്പോൾ അവർ ദൈവത്തോട് പാപക്ഷമയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദാമും ഹവ്വയും മുതൽ മാനവരാശി മുഴുവനും പാപക്ഷമയ്ക്ക് വേണ്ടിയാണ് കരയുന്നത്.